നിർമ്മിച്ചു നൽകുമെന്ന് PV അൻവർ MLA അറിയിച്ചു. ആദ്യ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടന്നു. BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത് ഷായുടെ നടപടിക്കെതിരെ തൃശൂരിൽ പ്രതിഷേധം. അമിത് ഷായുടെ നടപടി രാജ്യത്തിന് അപമാനമെന്ന മുദ്രാവാക്യമുയർത്തി DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 25 വർഷം കഠിന തടവും 4,10,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം സ്വദേശി പ്രശാന്തിനെയാണ് കോടതി ശിക്ഷിച്ചത്. കൊല്ലം മടത്തറയിൽ SBIയുടെ ATM കൗണ്ടറിൽ മോഷണ ശ്രമം. സംഭവത്തിൽ കൊട്ടാരക്കര DYSP ബൈജുകുമാറിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. വർക്കല പാപനാശത്തെ കുന്നുകൾ ഇടിച്ചു നിരത്തിയതിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോലീസും തഹസിൽദാറും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പണി നിർത്തിവെപ്പിച്ചു. പാലക്കാട് തൃത്താലയിൽ മുൻ കോൺഗ്രസ് നേതാവ് VK പുരുഷോത്തമനെ അനുസ്മരിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയനാട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്ത് നടന്ന ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പാൽ ഉൽപാദനത്തിൽ കേരളം പഞ്ചാബിനെ മറികടക്കാൻ ഒരുങ്ങുകയാണെന്ന് മന്ത്രി. തിരുവനന്തപുരം വർക്കല ഗുരുകുലം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. സ്വകാര്യ വ്യക്തിയുടെ റോഡ് പണിക്ക് കൊണ്ടുവന്ന മെഷീനുകളിൽ തട്ടാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. പരിക്കേറ്റവരെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിൽ സ്ത്രീകളുടെ കലാ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. അഗ്നിച്ചിറകുകൾ 2024 എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IAS ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ NSSന്റെ വാർഷിക സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. മാവേലിക്കരയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാരുണ്യ പദ്ധതിക്ക് തുടക്കമായി. കനിവ് 2024 ഡോക്ടർ S. രവിശങ്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചിറ്റാട്ടുകര പഞ്ചായത്ത് അക്ഷയ കേന്ദ്രത്തിന്റെ കാരുണ്യ പദ്ധതിയായ കാരുണ്യ സ്പർശം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു.